സിബി മലയിലെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഈ സെൻസർ ബോർഡിനെതിരെ വലിയ പ്രതിഷേധം. നമ്മൾ കൊച്ചിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നു. മുഖ്യമന്ത്രി അവിടെ വാട്ടർ മെട്രോയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കാൻ പോകുന്നു വേദിയിൽ. വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി, പുതിയ ടെർമിനലിലെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മുഖ്യമന്ത്രി സംസാരിക്കുന്നു മട്ടാഞ്ചേരി. സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു ചടങ്ങിലാണ് നാം എല്ലാവരും പങ്കെടുത്തിട്ടുള്ളത്. നമ്മുടെ വാട്ടർ മെട്രോ ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചു കഴിഞ്ഞ ഒന്നാണ്. ഇന്നിവിടെ പുതിയ 2 ടെർമിനലുകളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എല്ലാവരുടെയും അനുമതിയോടെ മട്ടാഞ്ചേരിയിലെയും വെല്ലിംഗ്ടൺ ഐലൻഡിലെയും ടെർമിനലുകൾ നിറഞ്ഞ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ആദ്യമായും അറിയിക്കട്ടെ. 2023 കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് കേരളത്തിൻ്റെ നിർണായകമായ ഒരു ചുവടുവയ്പ്പായിരുന്നു അത്. 2024 ആയപ്പോൾ 5 ടെർമിനലുകൾ കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. ഇപ്പോൾ നാം ഉദ്ഘാടനം നിർവഹിച്ച 2 ടെർമിനലുകൾ കൂടി അതോടൊപ്പം വരുന്നു. ഈ മേഖലയുടെ മുഖച്ഛായ വലിയ തോതിൽ മാറുന്നതിന് ഇത് സഹായിക്കും. ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദവുമാകും. കൊച്ചി നഗരത്തിനും ഈ പ്രദേശങ്ങൾക്കുമിടയിൽ ഉള്ള ഗതാഗതം കൂടുതൽ സുഗമമാക്കാൻ ഇത് ഉപകരിക്കും. നമുക്കറിയാം, നമ്മുടെ നാട് പല കാര്യങ്ങളിലും മുന്നിട്ട് നിൽക്കുകയാണ് എന്ന്. രാജ്യത്ത് തന്നെ പല കാര്യങ്ങൾക്കും മുൻഗാമിയാകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ഇതിലെല്ലാം ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളും നേട്ടങ്ങളും രാജ്യം തന്നെ പ്രത്യേകതയോടെ കാണുന്നതാണ്. അതോടൊപ്പം രാജ്യത്ത് ഏറ്റവും സ്തുത്യർഹമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന മാതൃകകൾ നമ്മുടെ കേരളമാണ് കാണിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ അനേകം കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതിനോടകം 1/2 കോടിയിലേറെ യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോ ഉപയോഗിച്ചു എന്നാണ് കണക്കാക്കുന്നത്. അവരിൽ ദൈനംദിന യാത്രക്കാരുണ്ട്, വിനോദസഞ്ചാരികളുമുണ്ട്. ഈ മേഖലയുടെ പ്രാദേശിക വികസനത്തിൽ കൊച്ചി വാട്ടർ മെട്രോ ഗണ്യമായ സംഭാവന നൽകുകയാണ്. ഇതേ മാതൃകയിൽ സർവീസ് ഒരുക്കാൻ ആഗ്രഹിക്കുന്നതിനുള്ള പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാന സർക്കാരുകൾ, പല ഭരണ സംവിധാനങ്ങൾ നമ്മെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശ്രീ ബെഹ്റ ചില വിദേശ രാഷ്ട്രങ്ങൾ
നമ്മുടെ വാട്ടർ മെട്രോ അവിടെ നടപ്പാക്കാൻ ബന്ധപ്പെട്ട കാര്യം പറയുകയുണ്ടായി. അതിൻ്റെ മറ്റു കാര്യങ്ങൾ പൂർണ്ണതയിലെത്തിയതിനു ശേഷം രാജ്യങ്ങളുടെ പേര് പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പേരുകൾ ഞാൻ പറയാതിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മുംബൈ അടക്കമുള്ള 20 നഗരങ്ങളിൽ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് വാട്ടർ മെട്രോ സാധ്യതാ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങൾ അതോടൊപ്പം ചേരുമ്പോൾ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതൊക്കെ മാറും. അപ്പോൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമായി ഇത് മാറുകയാണ്. മട്ടാഞ്ചേരി ടെർമിനൽ 30 കോടി രൂപ ചെലവിലും വെല്ലിംഗ്ടൺ ടെർമിനൽ 8 കോടി രൂപ ചെലവിലുമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രതിദിനം 1000-ലധികം യാത്രക്കാരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. യാത്രാ സംവിധാനങ്ങൾ ഒരുക്കുക മാത്രമല്ല, ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഒക്കെ അടങ്ങുന്ന പൈതൃക പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വാട്ടർ മെട്രോ മാറുകയാണ്. അത് ടൂറിസം രംഗത്തിന് വലിയ ഉണർവ് നൽകും. ആഗോള നിലവാരമുള്ള ജലഗതാഗത സംവിധാനമാണ് നാം ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലെ ജനങ്ങൾക്കും നഗരത്തിനു ചുറ്റുമുള്ള ദ്വീപുകളിലെ നിവാസികൾക്കും ഈ പ്രദേശത്തേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ജീവ നിലവാരത്തെ കാര്യമായി ഉയർത്താൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത് മാറുന്നത്. ഇടക്കൊച്ചിയിലും തോപ്പുംപടിയിലും പുതിയ ടെർമിനലുകൾ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുകയാണ്. കടമക്കുടിയിലെ ടെർമിനൽ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആ ടെർമിനൽ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ എറണാകുളം, തോപ്പുംപടി, മട്ടാഞ്ചേരി, കുമ്പളം, ഇടക്കൊച്ചി എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പുതിയ ജലാഗത സംവിധാനം രൂപം കൊണ്ടു. അപ്പോൾ അതൊരു വാട്ടർ സർക്യൂട്ടായി മാറുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊച്ചി വാട്ടർ മെട്രോ ടെർമിനൽ നിർമ്മിക്കുന്നതിനായി 22 സെന്റ് സ്ഥലം വാരാപ്പുഴ അതിരൂപത സംഭാവന ചെയ്തതാണ്. അവരോട് കേരള ജനതയുടെ ആകെ നന്ദി ഈ ഘട്ടത്തിൽ അറിയിക്കട്ടെ. നാടിന്റെ വികസനത്തിനായി സർക്കാരിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ഭൂമി സംഭാവന നൽകുകയാണ് വാരാപ്പുഴ അതിരൂപത ചെയ്തിരിക്കുന്നത്. ഈ വിശ്വാസ്യത സർക്കാർ ആത്മാർത്ഥതയിലൂടെ, കാര്യപ്രാപ്തിയിലൂടെ ആർജിച്ചെടുത്തതാണ് എന്ന് സൂചിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനം പല മേഖലകളിൽ നല്ല രീതിയിൽ ഉയർന്നു വന്നൊരു ഘട്ടമാണിത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നടക്കില്ല, ഇങ്ങനെയായിപ്പോയി നാട് എന്ന് പൊതുജനങ്ങൾ കരുതിയിരുന്ന പല പദ്ധതികളും ഇപ്പോൾ
യാഥാർത്ഥ്യമായി എന്താണ് വസ്തുത. നാടിൻ്റെ വികസനം എന്നത് ഒരു പൊയ്വാക്കല്ല എന്ന വിശ്വാസം ജനങ്ങൾക്കാകെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും വികസന കാര്യങ്ങളിൽ സർക്കാരുമായി സഹകരിക്കാൻ തയ്യാറാവുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലിന് വേണ്ടി വാരാപ്പുഴ അതിരൂപത സ്ഥലം വിട്ടുവന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുക. വാട്ടർ മെട്രോയുടെ തുടർന്നുള്ള ഘട്ടങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമാണെന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന നഗരമാണ് കൊച്ചി. കൊച്ചിയിലും കൊച്ചിക്ക് ചുറ്റുമുള്ള 10 ദ്വീപുകളിലും കാര്യമായ ജനവാസവുമുണ്ട്. ദ്വീപുകളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനും ഉപജീവനത്തിനും ഉൾപ്പെടെ ഏത് പ്രധാന കാര്യത്തിനും കൊച്ചി നഗരവുമായി നിരന്തരം ബന്ധപ്പെടേണ്ടതുണ്ട്. അതിനാണ് ഇത് ഉപകരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള വികസനം, കൊച്ചി മെട്രോ വികസനം എല്ലാം ഇതോടൊപ്പം നല്ല രീതിയിൽ നടപ്പാക്കി വരികയാണ്. ഇൻഫോ പാർക്ക് വികസനം ലക്ഷ്യമിട്ട് 300 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അമ്പലമുകളിൽ 1200 കോടി രൂപയുടെ പെട്രോ കെമിക്കൽ പാർക്ക് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇതിനകം തന്നെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇതിനു പുറമെ വലിയ തോതിലുള്ള മറ്റ് പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെയൊക്കെ ഭാഗമായുള്ള ഗുണകരമായ മാറ്റം വരികയാണ്. അത് വലിയ തോതിലുള്ള നിക്ഷേപം ഇവിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അഗാപ്പെ, HCL ടെക്, IBSന്റെ പുതിയ ക്യാമ്പസ് എല്ലാം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. TCS, IBM തുടങ്ങിയ കമ്പനികൾ പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നു. USTയുടെ പുതിയ ക്യാമ്പസ് സജ്ജമാകുന്നു. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ IT ടവറായ ലുലു ടിൻ ടവർ ഏതാനും മാസം മുൻപ് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 40 ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളിൽ 20 എണ്ണവും കൊച്ചിയിലാണ്. അങ്ങനെ ഓരോന്നായി പറഞ്ഞാൽ വളരെ ദീർഘിച്ചു പോകാനിടയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലും ആത്മാർത്ഥമായി ഇടപെടുകയാണ്. ഇവിടെ നേരത്തെ ബഹുമാന്യായ അധ്യക്ഷൻ തുരുത്തിയിലെ ഇരട്ട ഫ്ലാറ്റ് സമുച്ചയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഭവൻ രഹിതരായ 400ഓളം കുടുംബങ്ങൾക്കാണ് വീട് ലഭ്യമാകുന്ന സ്ഥിതി വന്നത്. എറണാകുളം ജില്ലയിൽ ലൈഫ് പദ്ധതി മുഖേന 40,000-ഓളം വീടുകളാണ് ലഭ്യമായത്. സംസ്ഥാനത്താകെ 4.5 ലക്ഷത്തിലധികം വീടുകളാണ്. ഇവിടെ 15,000-ഓളം കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കാനായി. നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റും. ഇനി അധികം നാളില്ല, നവംബർ 1 ആകുമ്പോൾ ആ പ്രഖ്യാപനവും നടത്തി
കേരളം ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാനമായി മാറാൻ പോവുകയാണ്. ഇതിലൂടെ വികസനവും ക്ഷേമവും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത്. അത്തരം കാര്യങ്ങളിൽ ഒരേ മനസ്സോടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒന്നിച്ച് നീങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ടെർമിനലുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചதை അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. മുഖ്യമന്ത്രിയാണ് വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം, വാട്ടർ മെട്രോ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ചത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദി ആയതിനാൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സുരക്ഷയൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി വാട്ടർ മെട്രോയുടെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇടവേളയാണ്, മടങ്ങി.